ഒന്നല്ല രണ്ടല്ല കഴിഞ്ഞ 20 വർഷമായിട്ട് തന്ത്രിയുടെ ഉറ്റ തോഴനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണക്കൊള്ളയുടെ നാൾ വഴികൾ കൂടുതൽ വ്യക്തമാകുമ്പോൾ തെളിഞ്ഞു വരുന്നത് ഒരു വലിയ പ്ലാനിങ്ങോ എന്ന സംശയത്തോടു കൂടിയാണ്. ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണം പൂശിയതിൽ നടന്ന വൻ തട്ടിപ്പിന്റെ ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. വെറുമൊരു സാമ്പത്തിക ക്രമക്കേടല്ല അവിടെ നടന്നത്, മറിച്ച് ഉന്നതർക്ക് പങ്കുള്ള വലിയൊരു സ്വർണ്ണക്കൊള്ളയുടെ കഥയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. തന്ത്രി കണ്ഠര രാജീവരിലേക്ക് അന്വേഷണം നീളുന്ന ഈ കേസിൽ വഴിത്തിരിവുകൾ നാൾക്ക് നാൾ നമ്മളെ ഞെട്ടിക്കുകയാണ്. കേസിൽ ഏറ്റവും വലിയ നിർണായകമായത് പത്മകുമാർ പോലീസ് നൽകിയ മൊഴിയായിരുന്നു. ശബരിമല തന്ത്രി കണ്ഠര രാജീവരുമായി പോറ്റിക്ക് കഴിഞ്ഞ 20 വർഷമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ വെളിപ്പെടുത്തിയത്. വിഗ്രഹം സ്വർണം പൂശുന്ന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും തന്ത്രയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു എന്നുമാണ് മൊഴി. ഇതോടെയാണ് തന്ത്രി കണ്ഠര രാജീവരെ കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് എത്തിയത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായിട്ട് 2004 മുതൽ ബന്ധമുണ്ട് എന്നാണ് SIT കണ്ടെത്തൽ. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഈ ബന്ധം തുടങ്ങുന്നത്. 2007 കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി ശബരിമലയിൽ എത്തിക്കുന്നത്. പിന്നീട് 2018 ആവുമ്പോഴേക്കും സ്പോൺസർ എന്ന നിലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയായിരുന്നു എന്നുമാണ് SIT കണ്ടെത്തൽ. സ്പോൺസർ ആക്കുന്നതിലും തന്ത്രയ്ക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. കേരളത്തിന് പുറത്തുനിന്നും സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ലഭിച്ചതിൽ തന്ത്രിയുമായുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് തന്ത്രയ്ക്കും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. പോറ്റിയെയും തന്ത്രിയെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് SITയുടെ തീരുമാനം. ഇരുവരെയും ഒരുമിച്ചിരുത്തിയായിരിക്കും ഇനി ചോദ്യം ചെയ്യുക. പത്മകുമാറിന്റെ മൊഴി തന്ത്രിയെ കുടുക്കിയതുപോലെ തന്ത്രിയുടെ മൊഴി ഇനി ആരെ കൊടുക്കും എന്നാണ് നമുക്കറിയാനുള്ളത്. തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ സ്ഥിരീകരിച്ചു. പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ച് കണ്ടു എന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന ദേവസ്വം ജീവനക്കാരും മൊഴി നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ ശനിയാഴ്ചയായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തതിന് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുവെന്നും തട്ടിപ്പിന് മൗന അനുവാദം നൽകി ഗൂഢാലോചനയിൽ പ്രതിയായി എന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലുമായിട്ട് പറയുന്നത്. കേസിൽ 13ാം പ്രതിയായ കണ്ഠര രാജീവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുസ്വത്തിന്റെ അപഹരണം, ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നിലവിൽ വിജിലൻസും ക്രൈംബ്രാഞ്ചും കേസ് വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. വിഗ്രഹത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ ഗുണനിലവാര പരിശോധന ഫലം വരുന്നതോടെ ക്രമക്കേട് സ്ഥിരീകരിക്കപ്പെട്ടു. വരും ദിവസങ്ങളിൽ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ വൻ സ്രാവുകൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാകും. ഈ സ്വർണ്ണക്കൊള്ള കേവലം ഒരു തട്ടിപ്പല്ല, മറിച്ച് സർക്കാരിനും ഭരണകക്ഷിയായ CPIM കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ്. ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങളും മേൽനോട്ടമില്ലായ്മയും തന്നെയാണ് ഈ അഴിമതിക്ക് കാരണമെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് ചർച്ചകൾ സജീവമായ കേരളത്തിൽ ശബരിമലയിൽ സ്വർണവും കള്ളക്കടത്ത് സംഘങ്ങളിലേക്ക് എത്തിയോ എന്ന ഗൗരവപരമായ സംശയം ഉയരുന്നുണ്ട്. എന്നാലും CPIMലെ ചില മന്ത്രിമാര് ഒരു ജയിൽ കുപ്പായം തയ്ച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി രാജീവരുടെ വാ തുറക്കുന്നതോടെ കൂടി നമുക്കത് ഇട്ട് ജയിലിലേക്ക് പോകാം.